അങ്ങോട്ടായിരുന്നു ഞാനേ. കുറേ നാളായി ക്യാൻറ്റീനകത്തുള്ള വീഡിയോ മാത്രം കാണുന്നില്ല. ഇന്ന് നമുക്ക് കുറച്ച് പുറത്തുള്ള വീഡിയോ കാണാം. ഞങ്ങളൊരു യാത്ര പോവാണ് കേട്ടോ. അപ്പോൾ നേരെ ഡൽഹിയിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ മെട്രോയിൽ പോകാമെന്ന് കരുതി. പക്ഷേ മെട്രോ ഈ പറയുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മെട്രോ ഇല്ല. കുറച്ച് ദൂരം ട്രാവൽ ചെയ്തിട്ട് വേണം മെട്രോയിൽ പോകാൻ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ ചെന്നു. അവിടെ ചെന്ന് മെട്രോയിൽ കയറുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. ഒരുപാട് ലേറ്റായി. നമ്മൾ ഉച്ച സമയത്താണ് ഇറങ്ങിയത്. എന്നിട്ട് നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നൊരു ഹോട്ടലിലാണ് കയറിയത് കേട്ടോ. ഞങ്ങൾ ആദ്യം നേരത്തെ ഡൽഹിയിൽ പോയ സമയത്ത് ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരഞ്ഞു പിടിച്ച് ഇവിടെ വന്നതാണ്. ഇവിടുത്തെ ഡാൽ ഫ്രൈയും അതുപോലെ തന്നെ പനീർ കറിയും പിന്നെ എന്താ പറയുന്നത് ഈ ഇതുണ്ടല്ലോ നാനും ഒക്കെ അടിപൊളിയാണ്. ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ ലസ്സി പോലും എന്ത് രുചിയാണ്. എനിക്ക് ലസ്സിയാണെങ്കിൽ ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷെ ലസ്സിയും പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ ഈ റൈത്ത, ഇതിനകത്ത് ഈ ബൂന്തി ഇട്ട റൈത്ത കിട്ടും. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് പറയാൻ പറ്റത്തില്ല, അമ്മാതിരി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഇവർ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്, ഇവർക്ക് പ്രത്യേകിച്ച് മസാലാസ് എന്തെങ്കിലും കാണും കേട്ടോ. നോർത്തിലെ ഫുഡ് അത് നല്ല ഷോപ്പിൽ കയറി കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് മനസ്സ് നിറയും കേട്ടോ. അങ്ങനെ ഞാൻ വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. എനിക്ക് ഈ നല്ല ഫുഡ് കിട്ടുമ്പോഴത്തേക്ക് ഇച്ചിരി ആക്രാന്തം കൂടുതലാണ്. അത് ഞാൻ ഇരിക്കുന്ന കാണുമ്പോൾ നിന്നൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിവിടെ മെട്രോയിൽ കയറി കേട്ടോ. അപ്പം കുഞ്ഞിനാണെങ്കിൽ അവക്കടെ സ്കിന്നിന് ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ജനിച്ചപ്പോൾ തൊട്ടേ ഉള്ളത് ഭയങ്കരമായിട്ട് അങ്ങ് റെഡ് ആവും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഡോക്ടറിനെ കാണുന്നുണ്ട്. ഇപ്പോൾ അവൾ കുറച്ച് വളരെയും കൂടെ ചെയ്തില്ല, കണ്ടോ? നമ്മൾ ചില വീഡിയോസിൽ അടുത്ത് കാണുമ്പം മനസ്സിലാവും. എപ്പോഴും ഒന്നുമില്ല, ചില സമയത്ത് ഇതങ്ങ് റെഡ് ആവും സ്കിന്ന്. അപ്പോൾ അതൊന്ന് ഡോക്ടറിനെ കാണിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഡോക്ടർ നമുക്ക് ഡൽഹിയിലാണ് ഉള്ളത്. അപ്പോൾ അവിടെയും പോകണം. പിന്നെ വേറെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു യാത്ര കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഡൽഹിയിലോട്ട് പോകുന്നത്. ഡൽഹിയിൽ ചെന്ന് 2 ദിവസം അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ജമ്മുവിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ മെട്രോ ഉള്ളത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് പെട്ടെന്ന് എത്താം. പക്ഷെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു ഓട്ടോക്കാരന്മാരുടെയും എടുത്ത് പെടലെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അവന്മാർ കൊണ്ടുവന്ന് നമ്മൾ ഇന്ന ഹോട്ടൽ ഇന്ന റൂം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ പോകരുത്. ഞങ്ങൾ ആദ്യം പോയി. അപ്പോൾ അവർ പറഞ്ഞൊരു ഹോട്ടലിൽ പോയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വെറും ഉടായ്പാണ്, അവർക്ക് പൈസ കിട്ടാനുള്ള പരിപാടിയാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ തന്നെ പിന്നെ ബുക്ക് ചെയ്തിട്ട് ആ പുള്ളിക്കാരൻ തന്നെ നമ്മളെ അടുത്ത ഹോട്ടലിൽ, അതായത് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലോട്ട് പോയി. അവിടെ നല്ലതായിരുന്നു കേട്ടോ. നല്ല ഫെസിലിറ്റീസും നല്ല അമ്യൂണിറ്റീസും ഒക്കെ ഉള്ള ഹോട്ടലാണ്. അതുപോലെ നമുക്കൊരു റീസണബിൾ പ്രൈസിൽ കിട്ടുകയും ചെയ്തു കേട്ടോ. റൂംസ് നല്ലതായിരുന്നു. എന്തായാലും നല്ല ഹാപ്പി സ്റ്റേ ആയിരുന്നു. അപ്പം റൂംസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.